എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. നാണം തോന്നിയ ഒരു പരസ്യം ഞാൻ ഇന്നലെ കണ്ടു. എന്താ സംഭവം പറ കേക്കട്ടെ. ഒരു പെൺകുട്ടി താജ്മഹൽ കാണാൻ അല്ലെങ്കിൽ ചൈനയുടെ വൻമതിൽ കാണാൻ വിളിക്കും പോലെ മുഖത്ത് ഒരുപാട് അതിശയത്തോടെ അതിശയം ഇങ്ങനെ വാരി വെതറി. എന്നാടാ കുറെ നേരമായിട്ട് മൊണാന്ന് നിനക്ക് എന്നാ വേണം? ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത് എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല. ആ പെങ്കൊച്ച് ഈ പരസ്യത്തിൽ സംസാരിക്കുന്നു. ആയതിനാൽ മമ്മൂക്കയുടെ പനമ്പിളി നഗറിലെ വീട്ടിൽ താമസിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്നാണ് ആ കൊച്ചു ചോദിക്കുന്നത്. എനിക്കിത് വിശ്വസിക്കാമോ? വിശ്വസിക്കാടോ, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനമാണ്. ധൈര്യമായിട്ട് വിശ്വസിച്ചോ. ഇതാ ഒരു സുവർണ അവസരം. 20-25 കോടി അടിച്ചാൽ പോലും നിങ്ങൾക്ക് ഈ ഭാഗ്യം കിട്ടൂല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എന്താ നീ എന്നെ ആക്കി പറയണേ? മനോരമയുടെ അതിൽ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് മമ്മൂട്ടിയുടെ വീട്ടിൽ താമസിക്കാം. അത് ശരി. അപ്പൊ ഇത് രണ്ടുപേരുടെ ഒത്തൊട്ടുള്ള പരിപാടിയാണല്ലേ? പങ്കെടുക്കുന്ന 3 ഫാമിലിക്കേ ഉള്ളൂ, ഒരുപാട് പേർക്കൊന്നുമില്ല. 3 ഫാമിലിക്കാണ് താമസം. അത് ഞാൻ തീർത്തുതരാം. മമ്മൂക്കയുടെ അവാർഡ് കളക്ഷൻസ്, ഹോം തിയേറ്റർ, അദ്ദേഹം സിനിമ കണ്ടുകൊണ്ടിരുന്ന ഹോം തിയേറ്റർ. ഇത് വേറെ ആർക്കെങ്കിലും ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ മിനിമം 1 ലക്ഷം രൂപയെങ്കിലും എണ്ണാമായിരുന്നു എന്റെ മിഷനിൽ. ദുൽഖറിന്റെ സ്വീറ്റ് റൂം, മറ്റനേകം അട്രാക്ഷനുള്ള ഈ വീട്ടിൽ താമസിക്കാൻ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ എന്നാണ് പരസ്യം. ഇതെന്ത് വിലയിടൂ? ഇത് സാധാരണക്കാർ താങ്ങുക, അതായത് സാധാരണക്കാർക്ക് താങ്ങാണ്. മനോരമയ്ക്ക് ഇങ്ങനെ ആളെ ആകർഷിക്കാൻ നാണമില്ലെങ്കിൽ അവരിങ്ങനെയുള്ള പരസ്യങ്ങൾ കൊടുത്തോട്ടെ. ഞാൻ എല്ലാം തുറന്നു പറയുന്ന പ്രകൃതക്കാരന കേട്ടോ. കുറച്ച് കാശിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട നടൻ ഇങ്ങനെ അധപ്പതിക്കാമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ല, എന്തിനാ ഇങ്ങനെ സെൻസസ് എടുക്കാൻ നടക്കുന്നത്? ആ മൂലയ്ക്ക് എങ്ങാനും പോയിരുന്നു വല്ലോ മാറ്റി ഞണ്ണിക്കൂടെ? പറഞ്ഞാൽ ഈ തറവാട് ഇതേപോലെ നിലനിൽക്കും, പറഞ്ഞില്ലെങ്കിൽ ഈ തറവാട് ഉടനെ നിലംപരിശാകും. നിങ്ങളെപ്പോലുള്ളവരുടെ തറവാടുകൾ നിലംപരിശാകുന്നതാണ് നല്ലത്. മമ്മൂക്ക തൂറിയ ക്ലോസറ്റിൽ തൂറാനൊരു അവസരം. എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത്, കൺട്രിമേൻ. ഈ വായുണ്ടല്ലോ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്. ടു ബാഡ് കൺട്രി പീപ്പിൾ. മമ്മൂക്ക തൂറിയ ക്ലോസറ്റിൽ തൂറാനൊരു അവസരം എന്നൊരു അട്രാക്ഷൻ കൂടി വെക്കാമായിരുന്നു. പതുക്കെ പറടോ, ഇത് ചന്തയല്ല. ഉള്ള കാര്യം പറഞ്ഞാ ഞാൻ പറഞ്ഞു. ഈ പരസ്യത്തിൽ എന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. അങ്ങനെ ഇവിടെ വെക്കായിരുന്നു. ആർക്കെങ്കിലും കാണുമെങ്കിൽ വാ, സൗജന്യ പ്രദർശനമാ. എല്ലാ ദിവസവും മമ്മൂക്ക തൂറിയ ക്ലോസറ്റ് നിങ്ങൾക്കും തൂറാം. ഇതൊരു നാണം കെട്ട പണിയെന്നാലോചിക്ക്. ഹലോ, എന്താടാ സരസപ്പ? എന്തിനാണ് ഇങ്ങനെ മമ്മൂട്ടിയെ പോലൊരു നടൻ സ്വന്തം വില കളയുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. അദ്ദേഹത്തിന് റേഷനറി വാങ്ങിക്കാനുള്ള വക വേറെ കിട്ടുന്നുണ്ടല്ലോ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചോദിക്കാൻ. കൂടുതൽ പ്രസിംഗ് വേണ്ട. കിടപ്പ് മുറി അടക്കം കണ്ടവന്മാർക്ക് കിടക്കാൻ കൊടുത്ത് ആ പൈസ കൊണ്ട് ജീവിക്കേണ്ട ഒരു ഗതികേട് അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ മകനോ മകൾക്കോ ഇല്ല. അതിപ്പോ നീ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? മമ്മൂക്ക ഒരിക്കലും ഇത്രയും അധപ്പതിക്കരായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പോകുന്നു. ബൈ ബൈ.